الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വേനലിന്റെ ശക്തമായ ചൂട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ താപനില ദിനംപ്രതി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 ഖുതുബകൾക്ക് മുമ്പ് ചൂട് കൂടുമ്പോൾ മഹ്ശറുമായി ബന്ധപ്പെട്ട് കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അള്ളാഹുവിനെ കൂടുതലൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്ക്, കേവലം ഒരു ഗോളങ്ങൾക്കിടയിലാണ് ഭൂമിയുള്ളതെങ്കിൽ അതിന്റെ സൂര്യന്റെ, ചന്ദ്രന്റെ, മറ്റു ഗോളങ്ങളുടെ സഞ്ചാരപഥങ്ങളുമായി വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ, അതിൻ്റെതായ ഭ്രമണപഥങ്ങളിൽ അത് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൃത്യമായി ആ സൂര്യന്റെ പൊസിഷനിൽ നിന്ന് ഒരൽപ്പം താഴേക്ക് വന്നാൽ ഈ ദുനിയാവ് ഉരുകി ഇല്ലാതാകുമായിരുന്നു. ഭൂമി ഒരൽപ്പം മുകളിലേക്ക് പോയാൽ തണുത്തുറഞ്ഞു പോകുമായിരുന്നു. ഇത്ര ചൂടിൽ നമ്മൾ അറിയേണ്ടത് അതിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാൻ, അതിലുപരി നരകത്തിന്റെ തീക്ഷ്ണമായ ചൂടിന്റെ അതിൽ നിന്ന് അല്ലാഹു തആല പുറത്തുവിടാൻ അനുവാദം കൊടുത്ത ഒരു ബ്രീത്ത് മാത്രമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ചൂട്. ഒരു വർഷത്തിലെ ചൂട് എന്നുണ്ടെങ്കിൽ എത്ര ഗൗരവമാണ്. ആ സൂര്യനെയാണ് അല്ലാഹു തആല മഹ്ശറിൽ തലക്ക് മുകളിലൂടെ കൊണ്ടുവരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ അല്ലാഹു മരിപ്പിക്കാതെ അനുഭവിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ, അതല്ല അതും കഴിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ അവിടെ വരാനിരിക്കുന്ന നരകത്തിന്റെ തീ, കാലിന്റെ താഴെ ഒരു തീക്കനൽ വെക്കുമ്പോ തലച്ചോറ് തിളച്ചുമറിയുന്നത് നിസ്സാരമാണ് എന്ന് പറയുമ്പോ, റോഡിലൂടെ ടാറ് വിരിച്ച റോഡിൽ ചെരുപ്പില്ലാതെ ഈ നട്ടുച്ചക്ക് നടക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ആലോചിക്കണേ, ആ കല്ല് കത്തുന്നതാണ് അള്ളാന്റെ നരകം എന്ന് പഠിപ്പിച്ചു തരുമ്പോ ദുനിയാവിലെ ടാറിനോട് കമ്പയർ ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിലെ വസ്ത്രത്തിനെ താരതമ്യം ചെയ്തത് എന്നുണ്ടെങ്കിൽ അത് ഗൗരവമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, മാത്രമല്ല മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും നല്ലൊരു സ്വതക്ക നിർവഹിക്കാനുള്ള അവസരമാണ്. സമ്പത്ത് കൊണ്ട് സ്വതക്ക ചെയ്യുന്നവരുണ്ട്, പല രീതികളിലൂടെ കയ്യിലുള്ളതിനെ ചെലവഴിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
നിങ്ങൾ കുടിക്കാനുള്ള ഉപയോഗിക്കാനുള്ള വെള്ളം അത് ദാനം ചെയ്യണമെന്ന് പഠിപ്പിച്ചതിലെ ഏറ്റവും നല്ല ഒരവസരം കൂടെയാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവർ, ഇന്നത്തെ ഖുതുബയിൽ ഈ ചൂടിന്റെ ആധിക്യങ്ങളിൽ നമുക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ പാമ്പുകളുടെ അക്രമങ്ങൾ വല്ലാതെ കൂടി വരുന്നു എന്നുള്ളത്. കാരണം അതിന് പറയപ്പെടുന്ന വിഷയങ്ങൾ വേനൽ ചൂടും വേനൽ മഴയും ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി വരുമ്പോൾ അവകൾക്ക് മാളങ്ങളിൽ ഇരിക്കാൻ കഴിയാതെ അവയുടെ ആക്രമണങ്ങൾ മനുഷ്യർക്ക് നേരെ വന്നുകൊണ്ടിരിക്കാൻ നമ്മുടെ ചങ്ങരംകുളത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ മീഡിയകളിൽ ചർച്ചയാകുമാറ് പാമ്പ് കടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുട്ടികളുടെ മരണങ്ങളും നമ്മളിങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കാൻ അതിനെ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി മതവാണിഭക്കാർ ഒരു സൈഡിലൂടെ ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സർക്കാർ അതിന് വേണ്ട മുൻകരുതലുകളായി 10 നിർദ്ദേശങ്ങൾ ഈ ജനതയ്ക്ക് മുമ്പിൽ കേരള സർക്കാർ അവതരിപ്പിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ്. ഇങ്ങനെ പലതും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ അക്രമങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഒരു സമയത്ത് പേപ്പട്ടി വിഷബാധയായിരുന്നതിന് തൊട്ട് മുമ്പിലുണ്ടായിരുന്നു ചർച്ച. ഇപ്പൊ അതിനെ പാമ്പിലേക്ക് മാറുമ്പോൾ ഒരു വിശ്വാസികൾ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ആത്മീയമായ വിഷയങ്ങളുണ്ട്, ഭൗതികപരമായ വിഷയങ്ങളുണ്ട്. ഇത് രണ്ടും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇൻഷാ അല്ലാഹ് കുറച്ചു കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഏത് മെഡിസിൻസ് സ്വീകരിച്ചാലും ശരി, ഏത് മുൻകരുതലുകൾ എടുത്താലും ശരി, ഇനി ഏത് പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിച്ചാലും ശരി, അവിടെ സുരക്ഷിതത്വം തരേണ്ടുന്നവനാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആത്മീയ മേഖലയിൽ എന്ത് വേണമെന്നുള്ളതാണ്. അവിടെ അതിനുള്ള ദിക്റുകളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാൻ, യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ, വിശ്വാസികളെ ധാരാളമായി അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ ദിക്ർ ചൊല്ലണേ. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ നാഥന് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ തസ്ബീഹ് ചൊല്ലണമെന്നാണ്. ദിക്റുകൾ വലിയ ഒരു ഊർജ്ജമാണ്. അള്ളാഹു നാളെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗം നൽകുന്ന പുണ്യകർമ്മമാണ്. ചെയ്തുപോയ ജീവിതത്തിലെ അപരാധങ്ങളെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു തരാനുള്ള വഴിയാണ്. എന്നാൽ അവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ കേൾക്കാവുന്ന ഏതെങ്കിലും ക്ഷുദ്രജീവികളാവട്ടെ, വിഷം തീണ്ടുന്ന ജീവികളാവട്ടെ, മറ്റു ഭൗതികമായ ഉപദ്രവങ്ങളാവട്ടെ, അത് തടുക്കാൻ അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ നമ്മളോട് പറഞ്ഞു. അത് ദുആഇന്റെ രൂപത്തിലാണ് ആ ദിക്ർ പഠിപ്പിച്ചത്. ഇന്നത്തെ ഖുതുബയിൽ 2 ദിക്റുകളും അതുപോലെ 3 സൂറത്തുകളും. ഇത് ഹൃദ്യസ്ഥമാക്കാൻ കഴിയാത്തവരാരും നമ്മുടെ പള്ളിയിൽ ഉണ്ടാവില്ല. അത് ജീവിതത്തിൽ ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടുവരണം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ ഖാല സബാഹ കുല്ലി യൗമിൻ വ മസാഅൻ കുല്ല ലൈല, എല്ലാ ദിവസം രാവിലെയും എല്ലാ ദിവസം 3 പ്രാവശ്യവും ഒരാള് സലാസം വസലാസാ 3 പ്രാവശ്യം പറഞ്ഞാൽ എന്താണ്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് വരുന്ന ദിക്ർ രാവിലെ 3 പ്രാവശ്യം വൈകുന്നേരം 3 പ്രാവശ്യങ്ങൾ ചൊല്ലിയാൽ പതിവാക്കിയാൽ ലം യദുറുഹു ഷൈ, അവനൊരു വസ്തു പോലും ഉപദ്രവിക്കില്ല. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന, ഇമാം നസായി ഉദ്ധരിക്കുന്ന, അഹ്മദ്, ഇബ്നു മാജ, തിർമിദി, അൽബാനിയുടെ പിന്നെ സ്വഹീഹിലൊക്കെ ഈ ഹദീസുകൾ ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. നമുക്കൊരു പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു ദിക്റാണത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ആ ദിക്റിനെ രാവിലെ 3 പ്രാവശ്യം ചൊല്ലുക, വൈകുന്നേരം 3 പ്രാവശ്യങ്ങൾ ചൊല്ലുക. മറ്റൊരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈല, എല്ലാ രാവിലും എല്ലാ പകലിലും ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലിയാൽ അവനെ ക്ഷുദ്രജീവികൾ ആക്രമിക്കില്ല. മറ്റൊരു ഹദീസാണ്. അവ്വലി യൗമിൻ, ഒരു ദിവസത്തിന്റെ ആദ്യത്തിലൂടെ ചൊല്ലിയാൽ മറ്റൊരു ഹദീസാണ്. അങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെ ഈ ദിക്റിന്റെ ഫളൽ ലോകത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ എന്താ അതിന്റെ അർത്ഥമെന്തറിയോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമം കൊണ്ട്. ആ ഹദീസിനെ കാണാം, അസ്തഈദു മിൻ കുല്ലി മുഅ്ദിൻ ഔ ദാരിൻ ബിസ്മില്ലാഹി തആല, അല്ലാഹുവിന്റെ നാമം കൊണ്ട് എല്ലാ ഉപദ്രവിക്കുന്ന വസ്തുക്കളിൽ നിന്നും
അതുപോലെ എല്ലാ പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്നും അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഇതാ കാവല് തേടുന്നു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഓക്കേ, അല്ലാഹു ബിസ്മില്ലാ, അല്ലാഹുടെ കാവല് ചോദിക്കാൻ. ആ കാവല് ചോദിച്ച് ആ അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇതാ ആരംഭിക്കുന്നു. ആ പടച്ചവനോട് കാവല് ചോദിക്കാൻ. വീണ്ടും പറഞ്ഞെന്താണ്? അല്ലദീ, എങ്ങനത്തെ റബ്ബാണ്? ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. അവന്റെ നാമത്തോടുകൂടെ ആകാശഭൂമികളിൽ ഒന്നും നമ്മൾ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞെന്താണ്? ഐ മഅ ദിക്രി ഇസ്മിഹി ബിഇഅ്തിഖാദിൻ ഹസൻ. അല്ലാഹുവിന്റെ നാമത്തിന് നല്ല വിശ്വാസത്തോടെ പറയാൻ. ആ അല്ലാഹുവിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. വനിയ്യത്തിൻ ഖാലിസ, ആത്മാർത്ഥമായ നിയ്യത്തോടെ പറയണം. ഒക്കെ വെറുതെ പറയാണ്. ഈ ദിക്ർ ചൊല്ലിയ പാമ്പ് കടിക്കാതിരിക്കണോ? ഈ ദിക്ർ ചൊല്ലിയ തേള് കുത്താതിരിക്കണോ? അങ്ങനൊന്നുമില്ല. എന്നല്ല, ഇതെന്റെ റബ്ബ് പറഞ്ഞതാണ്. ആ അല്ലാഹു പടച്ചതാണ്. അല്ലാഹുവിന്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് കൃത്യമായ വിശ്വാസത്തോടെ, വനിയ്യത്തിൻ ഖാലിസ, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നിയ്യത്തോടെ, ഇഅ്തിഖാദിൻ ഹസൻ, നല്ല വിശ്വാസത്തോടെ ആ റബ്ബിന്റെ നാമത്തിൽ അല്ലാഹുവേ ഞാൻ നിന്നോട് കാവല് ചോദിക്കുകയാണ്. ഇത് രാവിലെയും 3 പ്രാവശ്യം പറഞ്ഞാൽ അവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല എന്നാണ്. രണ്ടാമത്തെ ദിക്ർ. അപ്പൊ ഒന്ന് നമ്മൾ പറഞ്ഞു, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അവനാണ് എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവനും അല്ലാഹുവാൻ. രണ്ടാമത്തെ ഒരു ദിക്ർ കൂടെ പറയാൻ. ഒരു മനുഷ്യനെ തേള് കടിച്ചുപോയി. ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ അടുക്കൽ കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ലഖീതു മിൻ അഖറബിൻ ലദഅതനിൽ ബാരിഹ. കഴിഞ്ഞ ദിവസം എന്നെ ഒരു തേള് കടിച്ചിട്ടുണ്ട് നബിയേ. തേളെന്നെ കടിച്ചുപോയി. ഖാല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമാ ലൗ ഖുൽത ഹീന അംസൈത അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. നീ വൈകുന്നേരം അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ചൊല്ലിയിരുന്നുവെങ്കിൽ ലം തദുറുക്, അത് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു എന്നാണ്. ഈ വൈകുന്നേരത്തിലെ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ചൊല്ലിയിരുന്നെങ്കിൽ, സ്വഹീഹ് മുസ്ലിമാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം വരുന്ന ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രാർത്ഥനകൾ നമ്മൾ പതിവാക്കുക. ഇതേ പ്രാർത്ഥന മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മൻ നസല മൻസില, ആരെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ, ഫഖാല അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ് ലം യദുറുഹു ശൈഉൻ, ഒരു വസ്തുവും ആ മണ്ണില്ല, മനുഷ്യനെ ഉപദ്രവിക്കില്ല. ഹത്താ യർതഹില മിൻ മൻസിലിഹി, ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്നയാൾ തിരിച്ചു കയറുന്നത് വരെ ആ മണ്ണിൽ ഉപദ്രവം ഉണ്ടാവില്ല എന്നാണ്. അപ്പൊ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ വൈകുന്നേര സമയങ്ങളിൽ അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. മറ്റൊരു ഹദീസിൽ മുത്ത് റസൂൽ പറയാ, ലം തദുറുഹു ഹുമത്തുൻ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ ഒരു വിഷബാധയും ആ മനുഷ്യനെ ഏൽക്കില്ല എന്നാ. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. എന്താ ഇതിന്റെ അർത്ഥം? അഊദു, ഞാൻ കാവല് ചോദിക്കുന്നുണ്ട്, ബില്ലാഹ്, അല്ലാഹുവിനോട് കാവല് ചോദിക്കുക. ബികലിമാത്തില്ലാഹി തഅമ്മ, അല്ലാഹുവിന്റെ പൂർണ്ണമായ കലിമത്തുകളെ കൊണ്ട്, വാക്യങ്ങളെ കൊണ്ട്, അത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങളെ കൊണ്ട്, അല്ലാഹ്ക്ക് മാത്രം പ്രത്യേകമായ പേരുകളെ കൊണ്ട്, അവന് മാത്രം പ്രത്യേകമായ സിഫാത്തുകളെ കൊണ്ട്, അല്ലാഹുവേ നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ നീ സൃഷ്ടിച്ചതായ മുഴുവൻ വസ്തുക്കളുടെ ഷർറിൽ നിന്നും അല്ലാഹ് നിന്നോട് ഞാൻ കാവല് ചോദിക്കുന്നു എന്നാണ്. ആ പടച്ചവനുള്ള ഈ കാവലിന്റെ 2 ദിക്റുകൾ, ബിസ്മില്ലാഹില്ലദീ ലാ യദുറു എന്നുള്ള ദിക്റും അഊദു ബികലിമാത്തില്ലാഹി തഅമ്മാതി മിൻ ശർരി മാ ഖലഖ്. മറ്റൊന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത്തരം വിഷബാധകളും അക്രമങ്ങളും ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങളൊരു 3 സൂറത്തുകളെ ശീലമാക്കണം ദിവസം. അത് നമുക്കറിയാവുന്ന സൂറത്തുകളാണ്. ഒന്ന് ഖുൽ ഹുവല്ലാഹു അഹദ്, മറ്റൊന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സൂറത്ത് ഇഖ്ലാസും സൂറത്ത് ഫലഖ്, സൂറത്തുൻ നാസ് മുഅവ്വിദതൈൻ എന്ന ഓമര പേരിൽ അറിയപ്പെടുന്ന സൂറത്തുകൾ. അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ലീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നോട് അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറഞ്ഞു, ഇഖ്റ, നീ പാരായണം ചെയ്യണം ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹ്, രാവിലെയും വൈകുന്നേരവും 3 മററാത്ത് 3 പ്രാവശ്യം നീ പാരായണം ചെയ്താൽ തക്ഫീക മിൻ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങൾക്കും അത് മതിയായതാണ്. അതായത് അന്നഹാ തദ്ഫഉ ശുറൂറ വൽ ആഫാത്ത്. ഹദീസിന്റെ ശർഹാൻ, ആപത്തുകളെ ഷർറുകളെ അത് തടുക്കും ഈ സൂറത്ത് എന്നുള്ളതാണ്. രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം ഈ സൂറത്തുകളെ പാരായണം ചെയ്യാൻ. അപ്പോ ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ചൊല്ലാനായി ഈ ദിക്റുകളും ഈ സൂറത്തുകളും നമ്മൾ ശീലമാക്കി കഴിഞ്ഞാൽ നമ്മൾ ജീവികൾ ഉപദ്രവിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉലമാക്കൾ അവരുടെ അനുഭവങ്ങൾ പറ, അങ്ങനെ ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവനത് ചൊല്ലിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, വിശ്വാസത്തോടെ ചൊല്ലണം, ആത്മാർത്ഥമായ നിയ്യത്തോടുകൂടെ നമ്മൾ ചൊല്ലണം. കാരണം നമ്മൾ എന്ത് പ്രിക്കോഷൻസ് എടുത്താലും നമുക്ക് അഭയം തരാനുള്ളതാരാൻ, സുരക്ഷിതത്വം തരാനുള്ളതാരാൻ? അല്ലാഹുവാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് ബാധിക്കുകയില്ല. ഞങ്ങളുടെ റബ്ബ് വിധിച്ചതല്ലാതെ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടി ബാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് റബ്ബിനോട് അഭയം ചോദിക്കാൻ, അല്ലാഹുവിനോട് കാവല് തേടാൻ, അത് കൃത്യമായി നമ്മുടെ ഉള്ളിലുണ്ടാവണം. പക്ഷേ ഇതിനെ മുതലെടുത്ത് പല ആളുകൾ രംഗത്ത് വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ പണ്ട് മുതൽ ഈ മാല പാടുന്ന ആളുകളുണ്ട്. അതിൽ പറയുന്നുണ്ട്, നാഗം കടിക്കാൻ വരുമ്പോൾ നാമത്തെ നവലുകിൽ കൊത്താതെ ഓടും അതെന്നോവർന്നാൻ. റിഫായി ഷെയ്ന്റെ പേര് പറഞ്ഞാൽ മതി, പാമ്പ് കൊത്താതെ പൊയ്ക്കോളും എന്നൊരു വാക്ക്. ഈ ഒരൊറ്റ ആഴ്ച നിങ്ങൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ മതി, പാമ്പ് കടിക്കാതിരിക്കാൻ റിഫായി ഷെയ്ന്റെ പേരിലെ കോഴീനെ നേർച്ചാക്കണമെന്ന് പറഞ്ഞു. പാമ്പ് കടിക്കാതിരിക്കാൻ വേണ്ടി റിഫായി ഷെയ്ഖിന്റെ പേരിലെ യാസീൻ ഓതണമെന്ന് പറഞ്ഞു. പാമ്പിങ്ങനെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നല്ലാതെ ഇത് പറഞ്ഞ വീട്ടിൽ ഇങ്ങോട്ട് കയറാറില്ല എന്ന് വരെ പറഞ്ഞു. റിഫായി റാത്തീബ് പതിവാക്കണമെന്ന് പറഞ്ഞു. അതിൽ പാമ്പിന്റെ ആളായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നത് പലപ്പോഴും റിഫായി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടെയുണ്ട്. നമ്മൾ ആ പണ്ഡിതന്മാരല്ല നമ്മൾ പറയാൻ, അല്ലെങ്കിൽ ആ ജീവിച്ചിരുന്ന സൂഫികൾ ആളുകളൊന്നും പറയാൻ നമ്മൾ ആളുകളല്ല, അവിടെ നമ്മൾ പറയൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനൊക്കെ ഒരു മുതലെടുപ്പ് നടത്തുന്ന ആളുകളെ. റസൂലുള്ളാന്റെ അടുക്കൽ ഒരു സഹാബി വന്ന് പറയും, റസൂൽ എന്നെ തേള് കടിച്ചു. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ അള്ളാഹോട് പറ, അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമ്മൾ ഒരു ദിവസം ഒരു 3 പ്രാവശ്യം വീട്ടിൽ പാമ്പിനെ കണ്ടെന്ന് വിചാരിക്കാം. ഒരു ഉസ്താദിന്റെ അടുക്ക് നമ്മൾ പോയിട്ട് പറയാം, 3 പ്രാവശ്യമായി വീട്ടിൽ പാമ്പിനെ കാണുന്നു പറഞ്ഞാൽ ഉസ്താദ് പറയും, റിഫായി ഷെയ്ന്റെ പേരിൽ യാസീൻ ഓതിക്കും. റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? അള്ളാഹുവിനോട് നീ ചോദിക്കുമെന്ന് പറഞ്ഞു. ഇതാണ് അതിലെ വ്യത്യാസത്തെ നമ്മൾ കാണാനുള്ളത്. ഇനി മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്ന വലിയൊരു അപകടമാണ്. ഇപ്പൊ നോക്കിയ, സത്യം ചെയ്യാൻ ഒരു സ്ഥലം ഉണ്ടാവും, മോഷണം പോയാൽ അത് പിടിക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവാൻ സ്പെഷ്യലിസ്റ്റ് വേറൊരു സ്ഥലം ഉണ്ടാവും, കല്യാണങ്ങൾ ശരിയാവാൻ ഒരു സ്ഥലം ഉണ്ടാവും, പാമ്പിന്റെ ആള്, ഗൾഫിക്ക് യാത്ര പോകാൻ ഒരാള്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കടന്നു വരുമ്പോ അള്ളാഹിന്റെ കഅബാലയത്തിൽ 300-ലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. പല വിഗ്രഹങ്ങളുടെയും ആവനാഴികളിൽ അമ്പുകോലുകൾ സ്ഥാപിച്ചിരുന്നു. അത് കച്ചവടത്തിനൊരു വിഗ്രഹം, യാത്ര പോകാൻ ഒരു വിഗ്രഹം, യുദ്ധത്തിനൊരു വിഗ്രഹം, വിവാഹത്തിനൊരു വിഗ്രഹം. അവരോട് ലോകത്തിന്റെ പ്രവാചകൻ ഒരു ആയത്ത് ഓതിക്കൊടുത്തു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹ്, എല്ലാറ്റിനും കഴിവുള്ളവൻ അല്ലാഹ്. ഇതൊക്കെ അല്ലാഹു പറഞ്ഞ പോരെ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമക്കല്ല പോരെ, ഒരടിമക്കല്ല പോരെ. നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വക തട്ടിപ്പുകളുമായി വരുന്ന ആളുകളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കാം. ഇതാരിവരാരും പഠിപ്പിച്ചൊന്നല്ല. സത്യത്തില് കേരളത്തിൽ 2 ത്വരീക്കത്തുകൾ ഉണ്ടാക്കി. അത് റിഫായിയ ത്വരീക്കത്തും ഖാദിരിയ ത്വരീക്കത്തുമാണ്. ആ 2 ത്വരീക്കത്തുകൾ തമ്മിൽ ഫൈറ്റുകൾ ഉണ്ടായിരുന്നു. ആ ഫൈറ്റുകളാണ് പിന്നീട് മാലകളായിട്ട് നമ്മുടെ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത് രണ്ടും ആരും കൂട്ടിവെച്ച് വായിക്കലില്ല. ഒരാളൊരു കറാമത്ത് പറയുമ്പോൾ അതിന്റെ മേലെ ഞാനാന്ന് പറയും. ഞാൻ വാപ്പാടെ മുതലത്ത് കുത്തുബ എന്ന് പറഞ്ഞപ്പോൾ മറ്റാൾ പറഞ്ഞു ഞാൻ കുത്തുബിനെയും വെല്ലുന്ന ഔസാൻ. ഞാൻ 4 കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട് പറഞ്ഞപ്പോൾ അപ്പുറത്ത് പറഞ്ഞു ഞാൻ 4 കിതാബ് ഓതാതെ പഠിച്ചിട്ടുണ്ട്.
ഭൂമി എന്റെ കയ്യിൽ ഉണ്ട പോലെയാണെന്ന് ഒരു മാല പറഞ്ഞു, മറ്റേ മാല പറഞ്ഞാലും 18,000 കിട്ടിയാലും എനിക്കൊരു കാലടി വെക്കാൻ തികയില്ല. ഞാനൊരു മിമ്പറിൽ നിന്നിട്ടാ നിങ്ങളോട് പറയണേ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഒരു അള്ളാഹുവിന്റെ ദീനുണ്ടോ? ഈ തർക്കങ്ങൾക്കിടയിൽ ഇതൊക്കെ മുതലെടുപ്പുകൾ എന്നല്ലാതെ. അതുകൊണ്ട് ആത്മീയമായി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അതാണ്. ഇനി അള്ളാഹുവിന്റെ ദീൻ മനുഷ്യന്റെ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഭൗതികപരമായ പല പ്രിക്കോഷൻസും സുരക്ഷിതമായ കാര്യങ്ങളും എടുക്കണമെന്നുള്ളത് മുത്തുനബിയുടെ തീരുമാനങ്ങളാണ്. അള്ളാന്റെ വഹയാണ് നമ്മളോട് പഠിപ്പിച്ചെന്താൻ. മനുഷ്യ ജീവിതത്തിന് സുരക്ഷിതത്വമുണ്ട്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ ദിക്ർ ചൊല്ലിയിരുന്നാൽ മാത്രം മതിയോ? അങ്ങനെ മതിയോ? ഇല്ല. അതിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയാം. നമ്മൾ ചെയ്യാനുള്ളത് മുഴുവൻ നമ്മൾ ചെയ്തു, അള്ളാഹുവിനെ ഏൽപ്പിക്കാനുള്ളത് അള്ളാഹിനോട് ഏൽപ്പിച്ചു. അതാണ് ഇൽത്തിറാബുൻ ബിലാ സുകൂൻ വസുകൂനും ബിലാ ഇൽത്തിറാബ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം അൽ ജൗസി റഹിമഹുല്ലാഹ്. എന്താണ് ഇൽത്തിറാബ്? നല്ല പടച്ചലുണ്ട്, ബിലാ സുകൂൻ ഒരു സമാധാനമില്ല, നല്ല അധ്വാനമുണ്ട്. എന്നാ വസുകൂനും ബിലാ ഇൽത്തിറാബ് ഒരു പടച്ചിലുമില്ലാതെ വളരെ ശാന്തമായിരിക്കുന്നുണ്ട്. അഥവാ കൈകാലുകൾ പ്രവർത്തിക്കണം, ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യണം, ഉള്ളു വളരെ ശാന്തമായിരിക്കണം എന്നുള്ളതാണ്. ഞങ്ങൾ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അള്ളാന്റെ കാവൽ എനിക്കുണ്ടാവും. എന്നാൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് മുഴുവൻ ഞാൻ ചെയ്യാം. അതിനാണ് തവക്കുൽ എന്ന് പറയുന്നത്. അതിനാ ഒരു പാമ്പ് നേരെ മുന്നിൽ വന്നാലേ അത് മഹാനായ അതിഥിയാണ്, ഞാൻ അതിനെ കൊല്ലാനൊന്നും പോണില്ല എന്ന് പറഞ്ഞ് അതിനെ കൊണ്ടുപോയി വിടും. ഇന്നത്തെ ഒരു പുതിയൊരു ട്രെൻഡാണത്, അതിഥീനെ സ്വീകരിക്കുക. എന്നിട്ട് കുറെ ആളുകൾ വന്ന് അതിഥീനെ കൊണ്ടുപോയിട്ട് വിടുകയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ അനുവാദം തന്നില്ലേ? ക്ഷുദ്രജീവികളെ ഉപദ്രവിക്കുന്ന ആളുകളെ അള്ളാന്റെ ഹബീബ് കൊല്ലുവാൻ കൽപ്പിച്ചു എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ നമുക്ക് കൊല്ലാൻ അള്ളാഹു അനുവാദം തന്ന മൃഗങ്ങളിൽപ്പെട്ട അതൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെ നടപടികളിലേക്കൊന്നും പോകാൻ നമ്മളോട് പറഞ്ഞു. നിസ്കാരത്തിനിടയിൽ പോലും ആ ക്ഷുദ്രജീവി വരുന്നുണ്ടെങ്കിൽ ഞാൻ നിസ്കരിക്കുകയാണല്ലോ, അതുകൊണ്ട് കൊത്തുകയാണെങ്കിൽ കൊത്തിപ്പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാറില്ല. അതിനിടയിൽ കൈയഴിച്ച് അതിനെ കൊല്ലാൻ വരെ അനുവാദം നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അതിനെ കൊല്ലേണ്ട കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സുരക്ഷിതമായ മാനദണ്ഡങ്ങളെ സ്വീകരിക്കാൻ ഞാനിവിടെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഇറക്കിയ 10 നിബന്ധനകൾ ഈ മിമ്പറിൽ വെച്ച് പറയുന്നുണ്ട്. അത് ആരോഗ്യവകുപ്പ് ഇറക്കിയത് കൊണ്ട് മാത്രമല്ല, അള്ളാഹുവിന്റെ ദീൻ ആ സുരക്ഷിത മാനദണ്ഡങ്ങളോട് ദീന് യോജിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇതിൽ പറയുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ നോക്ക്. ഇപ്പൊ നമ്മളോട് പറഞ്ഞ എന്താണ്? രാത്രി വീട്ടിൽ കിടക്കണ നേരത്ത് റസൂൽ പറയാണ്, ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പാത്രങ്ങളെ മുഴുവനും നിങ്ങൾ മൂടിവെച്ചുകൊള്ളണേ. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന തോൽപാത്രങ്ങളെ മുഴുവൻ നിങ്ങൾ കെട്ടിവെക്കേണ്ടതുണ്ട്. വാതിലുകളെ നിങ്ങൾ അടക്കണേ. വിളക്കുകൾ മുഴുവൻ നിങ്ങളെ തീകളണച്ചു വെക്കണമെന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞെന്തിനാണ്? നമ്മൾ ഉറങ്ങുമ്പോ എന്തൊക്കെ ജീവികൾ വരും നമുക്കറിയില്ല, ഭക്ഷണം വന്നിരിക്കുന്ന അറിയില്ല. അതുകൊണ്ട് ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാവാതിരിക്കാൻ, അത് നിങ്ങൾക്ക് പ്രയാസമുണ്ടാകാതിരിക്കാൻ, നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളിൽ മറ്റുള്ളത് വന്നിരിക്കാൻ അതിനെ പൂർണ്ണമായി അടച്ചു വെക്കണം. വെള്ളം ശേഖരിച്ചു വെക്കുന്ന രീതിയാണ്. അന്ന് തോൽപാത്രങ്ങളാണ്. ആ വെള്ളത്തിലേക്കൊന്നും വീഴാതിരിക്കാൻ അതിനെ നിങ്ങൾ ഭദ്രമായി കെട്ടിവെക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വീടിന്റെ വാതിലുകൾ അടച്ചുവെക്കണം. കിടന്നുറങ്ങുമ്പോ വൈകുന്നേര സമയമായാലും നമ്മളൊക്കെ ഉപയോഗമില്ലാത്ത സമയങ്ങളിൽ വീടിന്റെ വാതിലുകൾ അടച്ചുവെക്കാനാണ് അള്ളാന്റെ മതത്തിന്റെ നിർദ്ദേശം. പല ആളുകളും പാരമ്പര്യമായി പറയുന്ന വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് മഗ്‌രിബിന് തന്നെ വാതിലടക്കി വെച്ചിട്ട് മഗ്‌രിബ് നേരത്ത് വാതിൽ തുറന്നിടും. മഗ്‌രിബ് സമയമായാൽ അടച്ചോളണം എന്നുള്ളത് അള്ളാന്റെ ഹബീബിന്റെ നിർദ്ദേശമാണ്. അതാ നമ്മൾ പാലിക്കണ്ടേ. കയറാനും ഇറങ്ങാനും അത്യാവശ്യങ്ങൾക്ക് തുറക്കാന്നല്ലാതെ അതിങ്ങനെ മലക്ക തുറന്നിടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുതെന്താൻ. അതുപോലെ തന്നെ സെയ്ത്തിൽ തിരിവെച്ച് കത്തിക്കുന്ന വിളക്കുകളാണ്. ആ വിളക്കുകളെ നിങ്ങൾ അണച്ചു വെച്ചിട്ട് വേണം കിടക്കാൻ. അതെവിടെ പടർന്നു പന്തലിക്കുമെന്നറിയില്ല. അടുപ്പിൽ തീക്കനലുകൾ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി അണച്ചിട്ടല്ലാതെ നിങ്ങൾ കിടന്നുറങ്ങാൻ പാടില്ല. കിടക്കാൻ വിരിപ്പിലേക്ക് കടന്നു വരുമ്പോ ആ വിരിപ്പിനെ കുടയണമെന്നും ഹദീസാണ്. അതിലെന്താണ് രാപ്പാർത്തതെന്ന് നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് ആ വിരിപ്പുകളെ നിങ്ങൾ കുടഞ്ഞ് അത് ആ രീതിയിലാണ് നിങ്ങൾ കിടന്നുറങ്ങാൻ വിരിപ്പിലേക്ക് വരേണ്ടത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുമ്പോ
ഭൗതികമായി ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളെ ചെയ്ത് അതുപോലെ തന്നെ റബ്ബിലേൽപ്പിക്കാനുള്ളതിനെ ഏൽപ്പിച്ച്. ഇപ്പോ സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങളിൽ 10-1 കാണാം. ജനലും വാതിലുകളൊക്കെ അടച്ചുവെക്കണമെന്ന് പറയും. 2 വീടിനോട് ചാരി നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകളുണ്ടെങ്കിൽ അതിനെ വെട്ടിമാറ്റണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അലക്കിയിട്ട തുണികൾ തിരിച്ചു കൊണ്ടുവരുമ്പോ അത് കുടഞ്ഞതിന് ശേഷം മാത്രം അതിലൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് സൂക്ഷ്മതയോടെ കൊണ്ടുവരണം. അതുപോലെ തന്നെ വീടിനോട് ചേർന്ന് ചെടികളുടെ അലങ്കാരങ്ങൾ വളരുന്നിടത്ത് നോക്കണം. അതുപോലെ ഹെൽമറ്റ്, ഷൂസുകൾ ധരിക്കുമ്പോൾ അതിനുള്ളിൽ വ്യക്തമായി സൂക്ഷ്മത വരുത്തിയിട്ട് ധരിക്കാവൂ. അതുപോലെ ഭക്ഷണാവശിഷ്ടങ്ങൾ വീടിന്റെ ചാരത്തിടുമ്പോ എലി പോലുള്ളവ കടന്നു വരാനും അതിനെ കഴിക്കാൻ പാമ്പുകൾ വരാനും ഇതൊക്കെ പറയുമ്പോ നിങ്ങളാലോചിച്ചൊക്കെ ഭക്ഷണം വേസ്റ്റാക്കരുതെന്ന്, അവശിഷ്ടങ്ങൾ ഏത് രൂപത്തിലാകണമെന്ന് സുരക്ഷിതത്വത്തിന്റെ മാനദണ്ഡങ്ങൾ ലോകത്തിന് പകർന്നു തന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അടുക്കളയിൽ കൂടുതൽ വിറകുകളും കൂടുതൽ ചകിരികളൊന്നും അടുക്കളയിൽ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യരുത് എന്ന്, അതുപോലെ വീടിന്റെ പരിസരത്ത് പൊന്തകൾ, കുറ്റിക്കാടുകൾ അത് വൃത്തിയാക്കണമെന്ന്, അതുപോലെ വീട്ടിലെ വിറകുപുരയിൽ വിറകോ ചകിരിയോ എടുക്കുമ്പോ ഒരു വടി കൊണ്ട് തട്ടിയിട്ടേ നിങ്ങൾ എടുക്കാവൂ എന്നുള്ളത്, രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോ കയ്യിൽ ഒരു വെളിച്ചം കരുതണമെന്ന്. ഇത്രയും സർക്കാർ ഇറക്കിയ 10 മാനദണ്ഡങ്ങളാണ്, ആരോഗ്യവകുപ്പ് ഇറക്കിയതാണ്. പക്ഷെ ഞാൻ പറയുന്നത് സുരക്ഷിതത്വം നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നത് അള്ളാന്റെ ഖുർആനിന്റെ ആയച്ചാൻ. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളതിനെ നമ്മൾ സൂക്ഷിക്കുക, ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ ദിക്റുകളുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ എന്ന് പറയുന്ന ദിക്റ് രാവിലെ 3 പ്രാവശ്യം, വൈകുന്നേരം 3 പ്രാവശ്യം. അതുപോലെ വൈകുന്നേരങ്ങളിൽ 3 പ്രാവശ്യം ചൊല്ലാൻ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ ഏതെങ്കിലും മറ്റൊരു നാട്ടിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും സൂറത്ത് ഇഖ്ലാസും സൂറത്ത് ഫലക്കും സൂറത്ത് നാസും 3 പ്രാവശ്യങ്ങൾ പാരായണം ചെയ്യാൻ. ഇത് ആത്മീയപരമായി ചെയ്യാനുള്ളതാണ്. ഭൗതികപരമായി ചെയ്യാനുള്ള കാര്യങ്ങളെ ആ സൂക്ഷ്മതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, 2 ശ്രദ്ധേയമായ ദിക്റുകളെ നമ്മൾ പറഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും ചില ആളുകളൊക്കെ പറയും, ഇത് തന്നെയല്ലേ ഹദ്ദാദ് റാത്തീബിലുള്ളത്, ഇത് തന്നെയല്ലേ ഹദ്ദാദ് റാത്തീബിലുള്ളത്, അപ്പൊ അതങ്ങ് ചൊല്ലിയാ പോരെ എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാനത് വെറുതെ മിമ്പറിൽ വന്ന് നിങ്ങളോട് പറയല്ല. ഏകദേശം ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഷോർട്ട് ക്ലിപ്പും ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രഭാഷണങ്ങളിൽ താഴെ നിരന്തരമായ ആളുകളുടെ കമന്റുകൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് പാമ്പ് ശല്യത്തിന് ഹദ്ദാദ് റാത്തീബ് ചൊല്ലിയാ മതി എന്ന് പറയുന്ന രൂപത്തിലെ. അപ്പൊ അതിൽ നോക്കുമ്പോ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന് പറയുന്ന ആ ദിക്ർ അതിൽ കാണാൻ പറ്റും. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് പറയുന്നതും കാണാൻ പറ്റും. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാവാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്നാമതായിട്ട്, ഇതിന്റെ പേരെന്നെ റാത്തീബ് എന്നാണ്. എന്താ റാത്തീബ് എന്ന് പറഞ്ഞാല് പതിവായി ചെയ്യാനുള്ളത് എന്നാണ്. ആരാണ് പതിവായിട്ടത് ചെയ്യണമെന്ന് ഈ രൂപങ്ങൾ ഇതിനെ കൊണ്ടുവന്ന് പഠിപ്പിച്ചതാരെന്ന് നോക്കാം. 2 ഇതിനെ പറയല് ഹദ്ദാദ് റാത്തീബ് എന്നാണ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അബ്ദുല്ല അലവി ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അബ്ദുല്ല ബ അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇത് നിർമ്മിച്ചത്. അതുകൊണ്ട് ആ വ്യക്തിയുടെ പേരിനോട് ചേർത്തിട്ടാണ് ഇതിനെന്ത് പറയണത്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഇത് റസൂൽ ഉണ്ടാക്കിയതോ സഹാബത്ത് ഉണ്ടാക്കിയതോ ഒന്നുമല്ല. ഈ ഹദ്ദാദ് ഇമാം എന്ന് പറയുന്ന യമനുകാരനാണ്. അദ്ദേഹം ബാ അലവി കുടുംബത്തിലെ സൂഫി വര്യനാണ്. അതിന് ഈ സൂഫികൾക്ക് പുതിയ ചിട്ടകളൊക്കെ ഉണ്ടാക്കി ആ ഭരണകൂടത്തിൽ നിന്ന് മാറി അദ്ദേഹത്തെ ഭരണകൂടം എതിരായപ്പോ സ്വന്തമായിട്ടൊരു സൂഫി ഗ്രാമം നിർമ്മിച്ച് അവിടുത്തെ ഭരണാധികാരി പോലെ ഒരു ചിട്ടയൊക്കെ ഉണ്ടാക്കി അദ്ദേഹം കൊണ്ടുവന്ന. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കുറെ മുമ്പ് 300 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പാണ്
അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ് തന്നെ 1044 അദ്ദേഹം ജനിക്കുന്നത്. ഹിജറ 1132 അദ്ദേഹം മരണപ്പെടുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അതിനെ പുതുതായിട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ്. രണ്ടാമത് തെറ്റെന്ന് പറയാൻ കാരണം, അതിന് എണ്ണവും രൂപവും ഭാവവും ഉണ്ടാക്കി പതിവായി ചെയ്യാൻ ഒരു മനുഷ്യൻ മതത്തിൽ ഒരു നിയമത്തെ കൊണ്ടുവരുന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ ചൊല്ലണം, ഒരു സമയം പഠിപ്പിച്ചു കൊടുത്തു. ഇന്നന്ന ദിക്റുകളെ ഇന്നന്ന പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്, എണ്ണം പഠിപ്പിച്ചു കൊടുത്തു. അതിന് അദ്ദേഹത്തിന്റെ വക പ്രതിഫലങ്ങളെ പറഞ്ഞു. അതായത് 4 ഭാഗത്തേക്ക് 40 വീടുകൾ വരെ ആ ഒരു ദിവസം ചൊല്ലിയാൽ ഒരു മാസത്തിന് ഈ റാത്തീബ് അഭയമാണ്. അപ്പൊ അങ്ങനെ ഒരു കാരണം, ഇതൊന്നും മുത്തറസൂലല്ല പറഞ്ഞത്. അംലഹും ശുറക്കാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യുഅ്ദം ബിഹില്ലാ. അള്ളാന്റെ അനുവാദം കൂടാതെ മതത്തിൽ നിയമം വെക്കുന്ന വല്ല പങ്കുകാരും അവനുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഒരുപാട്, മാത്രമല്ല അതിൽ ശിർക്കിന്റെ വരികൾ നമ്മൾ കാണുന്നില്ലെങ്കിലും ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തേട്ടങ്ങൾ അതിലുണ്ട്. അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം അള്ളാന്റെ റസൂലിന് വേണ്ടി ഒരു ഫാത്തിഹ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ലിസയ്യിദന അൽ ഫഖീഹ് മുഹമ്മദ് ബിൻ അലി ബഅലവി പറഞ്ഞിട്ട് ഇത് എഴുതിയ ആൾക്ക് വേണ്ടി ഒരു ഫാത്തിഹ അയച്ചു കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് മറ്റുള്ള അമ്പിയാക്കൾക്ക് ഒരു ഫാത്തിഹ ഇങ്ങനെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരോടൊക്കെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കലാൻ. അത് ഹറാമാണ്, ബിദ്അത്താണ്. ആ രൂപത്തിലുള്ള ദുആകൾ കഴിഞ്ഞ് പിന്നീട് ഇതിലെ ദിക്റുകൾ ഇന്ന പ്രാവശ്യം തന്നെ ദിക്റുകൾ ചൊല്ലണം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത്ര എണ്ണം ദിക്റുകൾ ചൊല്ലണം എന്ന് പറയാം. ഇങ്ങനെ എണ്ണങ്ങളും രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കി ഇസ്ലാം ഹറാമാക്കിയ ഹക്ക് ജാഹ് ബറക്കത്തുകളെ കൊണ്ടുവന്ന് അവരോട് തേടി. ഇത് പറയുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്. ഹക്ക് എന്ന് പറഞ്ഞ എന്താണ്? ഇന്ന വലിയന്റെ ഹക്ക് കൊണ്ട് കാര്യം സാധിച്ചതെന്ന് പറയാൻ അള്ളാഹ്ക്ക് ആരോടും ഹക്കില്ല. നമുക്ക് അള്ളാഹിനോടാണ് ഹക്കുള്ളത്. അവൻ ഈ വെള്ളം കൊടുത്തോളണം എന്ന് അള്ളാഹ്ക്ക് നിർബന്ധമുണ്ടോ? അവൻ അഭയം കൊടുത്തോളണം എന്ന് അള്ളാഹ്ക്ക് ആരോടെങ്കിലും ഹക്കുണ്ടോ? വാപ്പാന്റെ സ്വത്തിൽ മക്കൾക്ക് ഹക്കുണ്ടെന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? വാപ്പട്ടേച്ച് പോയ സ്വത്ത് അവന്റെ അവകാശമാണ്. അതുകൊണ്ടാണ്. അള്ളാഹ്ക്ക് ആർക്കും തരേണ്ട ഹക്കൊന്നുമില്ല. അങ്ങനത്തെ വാശികളൊന്നും വെക്കാൻ അള്ളാഹ് പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇത്തരം പ്രാർത്ഥനകള് വലിയ അപരാധമാണ്. അപ്പൊ ഇത് റാത്തീബല്ലേ ചൊല്ലിക്കൂടെ എന്നല്ല. റസൂൽ ഏത് ദിക്ർ ചെല്ലാൻ പറഞ്ഞോ ആ ദിക്ർ ചൊല്ല. ഒരു വാക്ക് പോലും അഡീഷണൽ മാറ്റാൻ നമുക്ക് അധികാരമില്ല. ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ്, ഇത് കേട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തിരിച്ചു പറയുന്നുണ്ട്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ ലോകത്തിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിപ്പിച്ചതാരാ? അള്ളാന്റെ റസൂലാണ്. അത് കേട്ടാൽ ആ മനുഷ്യന് വേണ്ടി ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ ദുആ ചെയ്യണം. വീണ്ടും അദ്ദേഹത്തിന് വേണ്ടി ഇതൊക്കെ റസൂൽ പറഞ്ഞു. എന്നാൽ അതിന്റെ കൂടെ ഒരു വസ്സലാമു അലാ റസൂലില്ലാഹ് നല്ല പദമാണ്, നല്ല അർത്ഥമാണ്, നല്ല ആശയമാണ്. പക്ഷെ അത് ചൊല്ലാൻ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലേ? അത് മതത്തിൽ നിയമമായി കൊണ്ടുവരാൻ അധികാരമില്ല. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മളിൽ കടന്നു വരുന്നതിനെ ഒരു സൂക്ഷ്മത നമ്മൾ പാലിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മളുടെ മക്കൾക്ക് വേണ്ടി ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ ഇതുവരെ ചൂടിന്റെ വിഷയങ്ങൾ കാരണം ക്ലാസ്സുകളുടെ ടൈമുകൾ ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ്. ഇനി ഏകദേശം ഈ വെക്കേഷൻ ടൈമുകൾ തീരാനായി തുടങ്ങി. അതുകൊണ്ട് അടുത്ത ദിവസം മുതൽ തന്നെ ഹൈസ്കൂൾ തലങ്ങൾ, ഹയർ സെക്കൻഡറി തലങ്ങളിലുള്ള മക്കൾക്ക് വേണ്ടി വെക്കേഷനിലെ ഒരു സമ്മർ ക്ലാസ് രാവിലെ സമയങ്ങളിൽ നമ്മളിവിടെ ക്രമീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇന്ന് ഖുത്ബ കഴിഞ്ഞ് പോകുന്ന സമയത്ത്, ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ള മക്കളെ നമ്മൾ അവരെ പറഞ്ഞു കൊടുക്കണം. ചില വിഷയങ്ങളെ ക്രമീകരിച്ച് ഹദീസും ഖുർആനും അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില മേഖലകളെ, കുറച്ച് ആക്ടിവിറ്റികളെ ക്രമീകരിച്ചിട്ടാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ആ പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അതിലേക്ക് ഓരോ ദിവസവും മക്കൾക്ക് വന്നു പോകാവുന്ന രാവിലത്തെ വന്നു പോകാനുള്ള നമ്മളുടെ ഒരു സമയം അവരെ കൊണ്ടുപോവാനും കൊണ്ടുവരാനും നമ്മൾ ചെലവഴിച്ചാൽ അത് പാഴാവില്ല. ഇൽമിന് വേണ്ടിയിട്ടാണ് എന്ന ബോധ്യം ഉണ്ടാവണം എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളുടെ ഒരു സഹോദരി, നമ്മളുമായി ബന്ധപ്പെട്ടിരുന്ന, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു സഹോദരി അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഅ്ഫറത്തും മർഹമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ കാലയളവുകളിൽ നമുക്കിടയിൽ നിന്ന് പല ആളുകളും വിട പറഞ്ഞു പോയവരുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ഖബറിനെ സ്വർഗപ്പൂന്തോപ്പാക്കി നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ ഈ അടുത്ത കുറച്ച് നാളുകളായി നമ്മുടെ പള്ളിയിൽ ജുമാക്ക് വരാൻ തുടങ്ങിയിരുന്ന ഒരു സഹോദരൻ, ഈ മാങ്കുളം അടുത്തുള്ള
മാമുക്ക എന്നാണ് അദ്ദേഹത്തെ വിളിക്കൽ. ഇവിടെ നമ്മുടെ പള്ളിയിലെ ബാക്ക് റോയിലാണ് അദ്ദേഹം ഇരിക്കാറുള്ളത്. അദ്ദേഹം ഒരു സർജറിക്ക് വേണ്ടി നിലവിൽ അഡ്മിറ്റഡാണ്. നാളെ മോർണിംഗ് അദ്ദേഹത്തിന്റെ ഹൃദയവുമായി ഹാർട്ടുമായി ബന്ധപ്പെട്ടുള്ള സർജറി നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിയുടെ അകത്തളങ്ങളിലും ഒരുപാട് രോഗപ്രയാസങ്ങളുമായി ചെറുതായി വലുതായി പല ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ ഇവിടെ ഖുതുബ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ട്. സർജറിക്ക് അനുബന്ധമായ വേദനകൾ സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് ആളുകളെല്ലാം അറിയുന്ന റബ്ബേ, ഏറ്റവും ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في جميع بلادنا. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين.